അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മാസത്തെ വ്രതത്തിലൂടെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഡീടോക്സ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഷുഗറും ബിപിയും ശരീരഭാരവും എല്ലാം നല്ല രീതിയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. എന്നാൽ പെരുന്നാൾ ആഘോഷത്തോടു കൂടി അമിതമായി മധുരവും ജങ്ക് ഫുഡും കഴിച്ച് ഈ ഒരു നേട്ടം ഇല്ലാതാക്കുകയാണ് പതിവ്. ഇത് നമ്മുടെ ശരീരത്തിന് വലിയൊരു മെറ്റബോളിക് ഷോക്കാണ് നൽകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രധാനമായും 4 കാര്യങ്ങളിൽ ശ്രദ്ധിക്കാം. 1. പകലിൽ ധാരാളം വെള്ളം കുടിച്ച് ശരീരത്തിന്റെ ജലാംശം വീണ്ടെടുക്കാൻ ശ്രമിക്കുക. 2. താളം തെറ്റിയ ഉറക്കത്തിന്റെ സമയം പഴയപടിയാക്കുക. 3. ഭക്ഷണത്തിന്റെ അളവിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവരിക. ബിപിയും ഷുഗറും ഉള്ളവർ കൃത്യമായി അത് മോണിറ്റർ ചെയ്യുക. 4. റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഇബാദത്തുകളിലെ കൃത്യതയും ചിട്ടയും അതുപോലെ തന്നെ നിലനിർത്താൻ ശ്രമിക്കുക. ഇവിടെയാണ് ശവ്വാൽ മാസത്തിലെ 6 സുന്നത്ത് നോമ്പിന്റെ മെഡിക്കൽ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു മാസം പകൽ സമയം വിശ്രമിച്ച ദഹന വ്യവസ്ഥ ഒറ്റയടിക്ക് പഴയ രീതിയിലേക്ക് മാറ്റുമ്പോൾ ഈ മാറ്റം സുഗമമാക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസിഷനാണ് ഈ സുന്നത്ത് നോമ്പുകൾ. രക്തത്തിൽ പെട്ടെന്ന് ഇൻസുലിൻ സ്പൈക്ക് ഉണ്ടാവാതിരിക്കാനും ശരീരത്തെ സാവധാനം പഴയ അവസ്ഥയുമായി പൊരുത്തപ്പെടാനും ഈ 6 നോമ്പ് ശാസ്ത്രീയമായി സഹായിക്കുന്നു. ശവ്വാൽ ആയത്തിലെ ഈ 6 സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ നമുക്ക് ശ്രമിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.